അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. മീനിൻ്റെ മുട്ട വെച്ചിട്ട് അല്ലെങ്കിൽ മീനിൻ്റെ പനീന് വെച്ചിട്ടുള്ളൊരു കറി. നമുക്ക് പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും സെർവ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനതൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളി നല്ലോണം കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് താളിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് താളി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളി ഇല്ലാത്ത തക്കാളിയാണ്, അതുകൊണ്ടാണ് ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കറിക്ക് അധികം പുളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തക്കാളീൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ അളവ് തീരുമാനിക്കാൻ. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് താളി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ പനീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ പനീനെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് മഞ്ഞമുട്ടയും കിട്ടും. അതും ഇതുപോലെ തന്നെ കറി വെക്കുക. ഇതിനേക്കാളും നല്ല ടേസ്റ്റാണത്. ഇതൊരു 5-8 മിനിറ്റ് നല്ലോണം അങ്ങോട്ട് തിളച്ചോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അത് 1 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ആ മീനിൻ്റെ പനീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ഒതുക്കിയതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തള വന്നാൽ അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നമ്മളെ മടക്കി പത്തിരീൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്നൊരു ഗ്രേവിയിലാണ് ഉണ്ടാക്കിയത്. ഇനി ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കൂട്ടാനാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. കുറച്ച് നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമുക്കൊരു സൈഡ് ഡിഷ് പോലെയും കൂട്ടാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മളെ മീനിൻ്റെ പനീന് വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കറിയാണ്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലുള്ളൊരു കറിയും കൂടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ നമ്മളെ കണ്ണച്ചപ്പത്തിരി അല്ലെങ്കിൽ മടക്കി ചപ്പാത്തി, രണ്ടിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമ.